പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന CPM ക്രിമിനൽ അർജുൻ ആയങ്കി തൃശൂരിലെന്ന് സംശയം. തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിലും തേക്കിൻകാട് മൈതാനത്തും സിറ്റി ACPയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. അർജുന്റെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നായ്ക്കനാലിൽ നിന്ന് ലഭിച്ചിരുന്നു. ആയങ്കി വന്നതെന്ന് സംശയിക്കുന്ന കാറും കണ്ടെത്തി. സുഹൃത്തെന്ന് സംശയിക്കുന്ന ഒരാളും കസ്റ്റഡിയിൽ ഉണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂരിൽ അർജുൻ ആയങ്കി ഉണ്ട് എന്നുള്ള സംശയം പോലീസിന് ഉള്ളത്? നിലിമ, പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തുകയാണ് തൃശ്ശൂരിൽ. കാരണം അർജുൻ ആയങ്കിയുടെ ഫോണിന്റെ സിഗ്നൽ അല്പസമയം മുമ്പ് തൃശ്ശൂരിൽ ലഭിച്ചിരുന്നു. വടക്കുന്നാഥ് ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന നടത്തുന്നു. വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് റൗണ്ടിലും അതേപോലെ തന്നെ നഗരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ്. DYSPമാരുടെയും ACPയുടെയും അതേപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെയൊക്കെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അരിച്ചു പെറുക്കി പരിശോധന നടത്തുന്നു. അല്പസമയം മുമ്പാണ്, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ അർജുൻ ആയങ്കിയുടെ ഫോണിന്റെ സിഗ്നൽ ആദ്യമായിട്ട് തൃശ്ശൂരിൽ കാണുന്നത്. അതിനുശേഷം സ്വരാജ് റൗണ്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഈ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പോലീസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയുമായിട്ട് തൃശ്ശൂരിലേക്ക് ഇറങ്ങുന്നത്, നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പേർ ഇതിനോടകം തന്നെ തൃശ്ശൂരിൽ നിന്നും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അർജുൻ ആയങ്കി സഞ്ചരിച്ചിരുന്ന അർജുൻ ആയങ്കിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനം കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മൈതാനത്തിന്റെ ഭാഗത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ ഈ ഒരു പ്രദേശത്തേക്ക്, ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തേക്ക് ആദ്യമായി കാണുന്നത്. അതിനുശേഷം പല ഭാഗങ്ങളിൽ ഈ സിഗ്നൽ മാറുന്നു, ഈ ഫോണിന്റെ സിഗ്നൽ ലഭിക്കുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ ഒരു നഗരം മുഴുവൻ അരിച്ചു പറക്കുന്ന നിലയിലേക്കുള്ള പരിശോധനയുമായിട്ട് രംഗത്ത് വരുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്നു. വാഹനങ്ങളെല്ലാം, അതായത് നഗരത്തിലേക്ക് എത്തുന്നതും നഗരത്തിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ പരിശോധന. എന്തായാലും ഈ പരിശോധനയിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് വിവരം. ഒരു വാഹനവും പോലീസ് ഇവർ അർജുൻ ആയങ്കി. ഏതായാലും CPM ക്രിമിനൽ അർജുൻ ആയങ്കിയെ പിടികൂടുക എന്നത് കേരള പോലീസിനെ സംബന്ധിച്ച്, അതുപോലെ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. അരിച്ചുപെറുക്കുകയാണ് അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ പോലീസ്.